വിസ്മിയും ഹന്തും സലാത്തും വിണ്ടതിയിൽ പിന്നെ വെന്തുരുകും ചിന്തയിൽ ആയിരം നീടുന്നേ. കഷ്ടതാഗ്രഹപ്പിഴകൾ തട്ടി നീക്കുവാനായി കണ്ണുനീരോടെ കരം നീട്ടുന്നു തമ്പുരാനെ. വീട്ടിലെ മെത്ത വിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. ചേരിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നതും കല്ലാണ്. ഇലയും നെൽത്തണ്ണീരാതും ചേർത്ത് മണ്ണതിനാലെ അടവാക്കും വിടവിനെ വാറിലേ. അടവാക്കും വിടവിനെ വാറിലേ. കനമേറും വീതം കല്ലും മണ്ണും അതിന്മീതെ മറവാടും ഖബർ ബഹുജോറിലേ. മറവാടും ഖബർ ബഹുജോറിലേ. പരൻ വിരിച്ചുമായിട്ട് ചൊങ്കിൽ നടക്കുന്ന സുജഹത്ത് നമുക്കുണ്ട് നാട്ടിലേ. കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലേ. മലർപൊട്ട് പോലെ പോറ്റി വളർത്തുമ്പോൾ ഒരു നാളിൽ ഉറങ്ങുമ്പോൾ നബിക്കല്ലാഹ് കാട്ടി നബിതൻ കുരുന്നിസുമായിലിനെ അറുക്കും മട്ടിൽ. അഹദവൻ കാണിച്ചുള്ള ആ സ്വപ്നത്തിൻ്റെ കള്ളി അരുമക്കിടാവിനോട് ഉയർത്തിച്ചോതി. അപ്പോൾ മറുപടി മകൻ ചൊല്ലി ഉയർത്തിച്ചോതി. ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കാനകക്കട്ടി. തരുണീമണി ബീവി ഖദീജ മാളിക മുകളിൽ കേറിയിരുന്ന് തിരുത്താഹ നബിയുടെ വരവിനെ കാണാൻ തുനിയുന്നു. എ.വി. മുഹമ്മദ് അറിയപ്പെടുന്ന ഒരു ഗായകനായത് എങ്ങനെ ഒന്ന് പറയാൻ പറ്റും? ആദ്യമായി ഞാൻ എൻ്റെ ബാബുരാജ് എൻ്റെ സ്നേഹിതനായിരുന്നു. ഇന്നത്തെ മർഹൂം സാബിർ ബാബുരാജ് ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല. അയാൾ കുട്ടിക്കുപ്പായം തൊട്ട് പുള്ളിമാൻ വരെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്നേഹിതൻ എന്ന നിലയ്ക്ക് ഞാൻ ആദ്യം ഗ്രാമഫോൺ കമ്പനിയിൽ 2 പാട്ടിനായി മദ്രാസിലേക്ക് പോകുകയായി. അദ്ദേഹം അവിടെ പല പടത്തിലും ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കെ ഞാൻ 2 പാട്ടിന് ആവശ്യപ്പെട്ടു. അദ്ദേഹം ഗ്രാമഫോൺ കമ്പനിയിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഒരു 2 പാട്ട് ആദ്യമായിട്ട് ചെയ്യുകയാണ്. ബിസ്മിയന്തും സലാത്തും വിണ്ടതിയിൽ പിന്നെ എന്ന വാക്കോടുകൂടി. ഇതിൻ്റെ രചന മർഹൂം കെ.ടി. മുഹമ്മദ് തിരൂരങ്ങാടിയാണ്. ആ റെക്കോർഡ് ഒരു 3 മാസം കൊണ്ട് ഇറങ്ങി. വളരെ നല്ല പാട്ടായി. അന്നത്തെ കാലം ഒരു റെക്കോർഡിന് 7000 റുപ്യ ചാർജാണ്. ഇന്നത്തെ കാലമല്ല. പാടിയതിനുള്ള പ്രതിഫലം അതെവിടെ വെച്ചായിരുന്നു റെക്കോർഡിങ്? അത് റെക്കോർഡിങ് HMB സ്റ്റുഡിയോയിൽ മദ്രാസിൽ. താങ്കളെ കൊണ്ടുപോയതും ഇതിന് അവസരം ഉണ്ടാക്കി തന്നതൊക്കെ ബാബുരാജാണ്. ആ റെക്കോർഡ് 3 മാസം കൊണ്ട് കൽക്കത്ത ടാപ്പ് പോയി ഇറങ്ങി. കൂടുതൽ ചിലവായി. പല രാജ്യങ്ങളിലും പരസ്യം സിദ്ധിച്ചു. അത് അസൽ മാപ്പിളപ്പാട്ടായിരുന്നു 2 പാട്ടും. അങ്ങനെ വീണ്ടും റെക്കോർഡിംഗ് ഓഫീസർ കണ്ണൻ വീണ്ടും വിളിച്ചു. അടുത്ത 6 മാസം 4 പാട്ട് വേണമെന്ന് റെക്കോർഡ് കമ്പനി പറഞ്ഞു. ആ 4 പാട്ട് എനിക്കൊരു ഫീമെയിൽ നല്ലത് വേണമെന്നത്. ഇന്ന് തെന്നിന്ത്യൻ പിന്നണി ഗായകന്മാരായ എല്ലാരീശ്വരിയും അഞ്ജലിയുമാണ് അന്ന് പാടിയിട്ടുള്ളത്. കൂടെ പാടിയിട്ടുള്ളൂ. അത് ആ കൊല്ലം കൂടുതലും ചിലവായി തീർന്നു. വളരെ റോയൽറ്റികളെല്ലാം ഈ 6 റെക്കോർഡ് കൊണ്ട് 6 പാട്ട് കൊണ്ട് എനിക്ക് കിട്ടിക്കഴിഞ്ഞു.
പിന്നെ തുടർച്ചയായി കൊല്ലം 88 വരെ ഈ പാട്ട് 4 പാട്ടായിട്ട് ഞാൻ പാടിയിട്ടുണ്ട്. ഒരു LP റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു LP റെക്കോർഡ് കാസറ്റും ചെയ്തിട്ടുണ്ട് HMVയിൽ. അതിലും ഇന്ന് മദ്രാസിൽ കർണാടക സംഗീതക്കാരായ ലതാ മാലതിയാണ് കൂടെ പാടിയത്. ആദ്യത്തെ പാട്ട് വിസ്മയും അന്തും സലാത്തും വിണ്ടതിയിൽ പിന്നെ 2 വരിയുമാണെങ്കിൽ ഞാൻ പാടിത്തരാം. വിസ്മിയും ഹന്തും സലാത്തും വിണ്ടതിയിൽ പിന്നെ വെന്തുരുകും ചിന്തയിൽ ദുആയിരം നീടുന്നേ കഷ്ടതാഗ്രഹപ്പിഴകൾ തട്ടി നീക്കുവാനായി കണ്ണുനീരോടെ കരം നീട്ടുന്നു തമ്പുരാനെ. വസ്തുത ശരിക്കറിയും വല്ലവാനിന്നോട് കീഴും ദുസ്ഥിതിയാലെ പൊരിയും ദുഃഖം തീർക്കുവാൻ കഴിയും ഹാദിറായേ ജല്ല ആക്കണേയ അല്ലാ. ഇത് ബാബുരാജ് സംഗീതം നൽകിയതാണ്. രചിച്ചത് KT മുഹമ്മദ് തിരൂരങ്ങാടി. രണ്ടുപേരും ഒന്നും ജീവിച്ചിരിക്കുന്നില്ല. ഇന്ന് നമ്മോടൊപ്പം അവരില്ല. എന്നാലും അവരെ ആ കാവ്യത്തിനും സംഗീതത്തിനും ജീവനുണ്ട്. രണ്ടാമത്തെ പ്രശസ്തമായ പാട്ട് ഏതായിരുന്നു? പരൻവിധി. അതൊന്ന് പാടിത്തരാം. പരൻവിധി ചുമ്മായിട്ട് ചൊങ്കിൽ നടക്കുന്ന സുജഹത്ത് നമുക്കുണ്ട് നാട്ടിലേ. കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലേ. വീട്ടിലെ മെത്ത വിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. ചേരിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നതും കല്ലാണ്. ഇലയും നെൽത്തണ്ണീരാതും ചേർത്ത് മണ്ണതിനാലെ അടവാക്കും വീടവിനെ വാറിലേ. കനമേറും വീതം കല്ലും മണ്ണും അതിന്മീതെ മറവാടും ഖബർ ബഹുജോറിലേ. പരൻ വിരിച്ചുമായിട്ട് ചൊങ്കിൽ നടക്കുന്ന സുജഹത്ത് നമുക്കുണ്ട് നാട്ടിലേ. കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലേ. ഈ പാട്ട് റെക്കോർഡ് ചെയ്തതിനു ശേഷം കൂടുതൽ ആളുകൾ ആസ്വദിച്ച് അങ്ങനെ ഒരു പ്രശസ്തിയിൽ വന്നിട്ടുണ്ട്. വളരെ ജനങ്ങൾ ഇത് ആസ്വദിച്ചിട്ടുണ്ട്. അന്ന് ഇത് ഇങ്ങനെ ഒരു റെക്കോർഡിംഗ് സംവിധാനം ഒന്നും കൂടുതൽ മാപ്പിളപ്പാട്ടുകൾ റെക്കോർഡ് ചെയ്തിട്ടില്ല. ആ കാലഘട്ടത്തിൽ ചെയ്തിട്ടില്ല. അന്ന് ഒരു 4 പാട്ട് റെക്കോർഡ് ചെയ്താൽ അതിന് ഒരു വീര്യം ഉണ്ടായിരുന്നു, ഒരു മതിപ്പുണ്ടായിരുന്നു. ഇന്ന് ചില ആളുകൾ പല കോലത്തിലും മാപ്പിളപ്പാട്ട് കോമഡിയിലിറക്കി വളരെയധികം മോശപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് ഈ പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് മദ്രാസിൽ ഇങ്ങനെ പ്രശസ്തി താങ്കൾക്കുണ്ടായപ്പോൾ അന്ന് ആ നാട്ടിലെ ആളുകൾ ഈ മാപ്പിളപ്പാട്ടിനെ കുറിച്ച് നിങ്ങളോട് എന്തെങ്കിലും പറയുണ്ടായോ? വളരെ അധികം ആളുകൾ എന്താണ് കൂടുതലായിട്ട് ആസ്വദിച്ചിട്ട് ഇത്തരം പാട്ടുകളാണ് AV പാടേണ്ടത്. അല്ലാതെ ഈ കണ്ണും കണ്ട പല ഇന്നത്തെ രീതികളുണ്ടല്ലോ കോമഡിയിലുള്ള അതിന് ഇത് എന്നും 16 വയസ്സാണെന്ന് ഇന്നും എൻ്റെ ഒരു ലീഡറായ അബ്ദുസ്സമദ് സമദാനി ഇതിനെക്കുറിച്ച് കാസറ്റിൽ എന്നെപ്പറ്റി ഈ പാട്ടിനെ പറ്റി വളരെയധികം സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ പുതുതായിട്ട് പാടുന്ന ഏതെങ്കിലും പ്രത്യേക പാട്ടുകളുണ്ടോ? അന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നത്തെ ജനങ്ങൾക്ക് അന്നത്തെ പാട്ട് ഇന്നും താങ്കൾ പാടിയാൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ട്. അതേ പാട്ടുകൾ ഇന്നും എല്ലാ സ്റ്റേജിലും ഇഷ്ടപ്പെടുന്നുണ്ട്. കൂടുതൽ പുതിയ പാട്ടുകൾ പുതിയ പാട്ടുകളും ഇഷ്ടപ്പെടുന്നുണ്ട്. അന്നത്തെ ഇന്നത്തെയും വ്യത്യാസം മാപ്പിള ഗാനരംഗത്ത് താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ള നല്ല വ്യത്യാസങ്ങൾ, ഗുണപരമായ മാറ്റങ്ങൾ എന്തെങ്കിലും താങ്കൾക്ക് പറയാൻ പറ്റും? ഗുണപരമായ മാറ്റങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. താങ്കൾക്ക് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ മാപ്പിള ഗാന രംഗത്ത് ഇന്നും നല്ല പാട്ടിന് ഇന്നും 16 വയസ്സ് തന്നെയാണ്. ഗുണപരമായ മാറ്റങ്ങൾ എന്താണ് ഉണ്ടായിട്ടുള്ളത്? മാറ്റങ്ങളൊന്നുമില്ല. മാറ്റങ്ങൾ ഇപ്പം
പലവരും പല രചനകൾ ഇറക്കി മോശപ്പെട്ട പാട്ടുകൾ ഈ നാത്തുമാരെ മറ്റേ പല ഇതുണ്ടല്ലോ മണിയറെ കൊണ്ടാക്കി ഇത് മറ്റേ ഇതെല്ലാം വെറുതെയാണ്. അതിനൊന്നും മാർക്കറ്റില്ല. എന്നും പഴയ ആ ഭക്തിപ്പാട്ടിനും അറിവോട് കൂടിയുള്ള എൻ്റെ നല്ല രചനയാണ്. കെ ടി മുഹമ്മദ് രചിച്ച പാട്ടാണ് ഇന്നും പാടുന്നത്. ആ കാലഘട്ടത്തിലെ നല്ല രചയിതാക്കൾ ഏതൊക്കെയാണ്? അന്ന് താങ്കൾ പാടിയ പാട്ടല്ലാത്ത മറ്റു പാട്ടുകളൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന വരികൾ താങ്കൾ ഓർക്കുന്നുണ്ട്? കെ ജി സത്താർ പാടിയിട്ടുണ്ട്, നല്ല രചനയാണ്. അതുപോലെ കെ ടി മുഹമ്മദ്, അതുപോലെ കെ ടി മൊയ്തീൻ, അതുപോലെ പിന്നെ മോയിൻകുട്ടി വൈദ്യരെ ബദറിൽ നിന്ന് പല അസലുകളും പാടിയിട്ടുണ്ട്. പക്ഷെ അത് റെക്കോർഡ് ചെയ്തിട്ടില്ല. താങ്കൾ പാടാൻ ഇഷ്ടപ്പെടുന്ന ഈ ഏറ്റവും നല്ല രീതി ഏതാണ്? മാപ്പിളപ്പാട്ടിലെ ഏറ്റവും നല്ല രീതി ഏതാണ്? അതിൽ താങ്കൾ കൂടുതൽ പാടിയിട്ടുള്ള രീതി 4 വരി പാടിത്തരാൻ പറ്റും? ഇലാഹായ പൂരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കാനകക്കട്ടി മലർപൊട്ട് പോലെ പോറ്റി വളർത്തുമ്പോൾ ഒരു നാളിൽ ഉറങ്ങുമ്പോൾ നബിക്കല്ലാഹ് കാട്ടി നബിതൻ കുരുന്നിസ്മായിലിനെ ആർക്കും മട്ടിൽ അഹദവൻ കാണിച്ചുള്ള ആ സ്വപ്നത്തിൻ്റെ കള്ളി അരുമക്കിടാവിനോട് ഉയർത്തിച്ചോതി. അപ്പോൾ മറുപടി മകൻ ചൊല്ലി ഉയർത്തിച്ചോതി. ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കാനകക്കട്ടി. താങ്കളുടെ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ജീവിതത്തിൽ ഇത്രയും കാലം മാപ്പിളപ്പാട്ടിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച ഈ കാലഘട്ടം കൊണ്ട് താങ്കൾ തൃപ്തിപ്പെടുന്നുണ്ടോ? അതല്ല എനിക്ക് മറ്റൊരു മേഖലയായിരുന്നു നല്ലത്, ഇത് വേണ്ടായിരുന്നു എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്? അതൊന്നുമില്ല. അംഗീകാരം ജനങ്ങളിൽ ഇനിയും ഈ മാപ്പിളപ്പാട്ടിൽ ഈ സംഗീതത്തിൽ നമ്മുടെ വളരെ പിന്നെ ഇനിയും വരാനുണ്ട്. രീതികളും ഇതും എല്ലാ ഇതുവരെ രീതി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇനിയും വളരെ ഈ സംഗീതത്തിൻ്റെ രീതികളെല്ലാം ഇനിയും വരാനുണ്ട്. മാപ്പിളപ്പാട്ടിൽ തന്നെ ഇനിയും മാപ്പിളപ്പാട്ടിലുണ്ട്. അത് ഉണ്ടെന്ന് ഇത്ര ഉറപ്പ് പറയുന്നത് എന്തുകൊണ്ടാണ്? ഉറപ്പ് ഞാൻ ചില ഹിന്ദി ഗാനങ്ങളും ഹിന്ദുസ്ഥാനി സംഗീതവും ഇതിനോട് യോജിക്കുന്നുണ്ട്. ഈ മാപ്പിളപ്പാട്ടിനോട് യോജിച്ചു വരുന്നുണ്ട്, രീതികൾ കാണുന്നുണ്ട്. ഇനിയും കൂടുതലായിട്ട് എൻ്റെ പക്കൽ ഈ കെ ടി മുഹമ്മദ് സാഹിബിൻ്റെ പാട്ട് തന്നെ അനവധിയുണ്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് വെച്ച്. അതിനു വേണ്ടിയിട്ടുള്ള സംഗീതം നമ്മൾക്ക് ഇതുവരെ സംഗീതം പോരാ, ഇനിയും വളരെയധികം സംഗീതം നമുക്ക് കിട്ടാനുണ്ട്. രീതികൾ പലതും മാപ്പിളപ്പാട്ടിന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഈ ഹിന്ദുസ്ഥാനിയിൽ നിന്ന് കടമെടുക്കേണ്ട രീതികളാണോ അതല്ല സ്വന്തമായിട്ട് മാപ്പിളപ്പാട്ടിന് വരേണ്ടതാണോ? സ്വന്തമായിട്ട് എനിക്ക് പാടാനുമുണ്ട്. ഇങ്ങനെ പലതും രീതികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ പിന്നെ ഗ്രാഫോൺ കമ്പനി അന്നത്തെ മാതിരി റെക്കോർഡ് ഇറക്കണില്ല. എല്ലാം ഈ കാസറ്റ്, ഓഡിയോ കാസറ്റിൽ തന്നെ വരുന്നുണ്ടല്ലോ. വീഡിയോ കാസറ്റ് വരുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മളെ HMV പോലത്തെ ഗ്രാമഫോൺ റെക്കോർഡുകൾ തന്നെ വേണമെന്നില്ലല്ലോ. പക്ഷെ പോരാ, ഇന്ന് HMV തന്നെ വേണം സംഗീതത്തിന്റെ. ഇന്നിപ്പോൾ നമ്മൾ ഔട്ട്സൈഡിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ അതുമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. ഞങ്ങളെ ഗ്രാഫോൺ കമ്പനിയിൽ ഒരു എഞ്ചിനീയർ ചെയ്യണ ജോലി മറ്റൊരു ചെയ്യുന്നില്ല. അത്രയും ഇത് കിട്ടില്ല, ഗുണനിലവാരം കിട്ടൂല, സംഗീതം കിട്ടൂല. ഇപ്പോൾ നിങ്ങളുടെ ഈ കൂടെ ഇതുവരെ നിന്നിട്ടുള്ള മാപ്പിളപ്പാട്ട് പാടാൻ വേണ്ടി നിന്നിട്ടുള്ള ഈ ശിഷ്യന്മാരുണ്ടല്ലോ, നിങ്ങളെ കൂടെ ശിഷ്യന്മാരൊക്കെ നിന്നിട്ട് ഇവരൊക്കെ നല്ല രീതിയിൽ ശിക്ഷണം നേടിക്കൊണ്ട് മറ്റ് രംഗത്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ എൻ്റെ ഒരു മകനുണ്ട്, അവനും ഈ സംഗീതത്തിൽ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്താണ് പേര്?
മുഹമ്മദ് റാഫി, KV മുഹമ്മദ് റാഫി. അങ്ങനെ ഒരു പേരിടാൻ കാരണം എന്താ? കുറച്ച് ക്ലാസിക്കലും മറ്റും കൈകാര്യം ചെയ്യുന്നുണ്ട്, ഹാർമോണി വായിക്കുന്നുണ്ട്, നല്ല പാട്ടുകളെല്ലാം പഴയ പാട്ടുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. താങ്കളുടെ മകന് മുഹമ്മദ് റാഫി പേരിടാൻ കാരണം എന്താ? പാട്ടുകാരനായ എൻ്റെ സ്നേഹിതൻ മുഹമ്മദ് റാഫി, ഞാനും മുഹമ്മദ് റാഫിയുമായിട്ടുള്ള അടുത്ത ഒരു സുഹൃത്താണ് ഈ പാട്ടുകാരൻ മുഹമ്മദ്. എന്താണ് ആ ബന്ധം? ബന്ധം ഞാൻ ഒരു ദിവസം മൈസൂർ സ്റ്റേറ്റിലെ ഹാവേരി, കർണാടകത്തിൽ എനിക്ക് ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹാവേരിയിൽ ഈ ഫിലിമിലെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവരെ എല്ലാം കൊണ്ടുവന്ന് നടത്തിയ ഒരു നൈറ്റ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ എൻ്റെ ഹോട്ടലിൽ നിന്നായിരുന്നു അവർക്ക് ഭക്ഷണം നൽകിയിരുന്നു. അന്ന് ഞങ്ങൾ വാക്കോടുകൂടി സ്നേഹിച്ച്, ഞാനൊരു കലാകാരനായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അന്ന് ഞാൻ 3 പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ രണ്ടാമത് വന്നത് ചേലത്തായിരുന്നു. ചേലത്ത് വെച്ച് ഒരു ഗാനമേളയിൽ പോയി ഞങ്ങൾ വീണ്ടും അവിടെ കണ്ടു മുട്ടി, ഫോട്ടോ എല്ലാം എടുത്ത്. ഇന്ന് ആ ഫോട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. മുഹമ്മദ് റാഫിൻ്റെ യേശുദാസിനായിട്ടും രോഗിയാണ്, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഞങ്ങളെ ഒന്നിച്ചെടുത്ത ഫോട്ടോകളുണ്ട്. ഈ റാഫി സാഹിബിന്റെ പാട്ടുകൾ നിങ്ങൾ പാടാറുണ്ടോ? പാടാറുണ്ട്, എൻ്റെ മകൻ പാടാറുണ്ട്, ഞാനും പാടാറുണ്ട്. താങ്കൾ പാടുന്ന പാട്ട് ഒന്ന് പാടിത്തരാമോ? ഏതെങ്കിലും ഒരു വരി പാടിത്തരാം. आजी हो तू गंगा की मौज में, यमुना का धारा, तू गंगा की मौज में, यमुना का धारा, हो रहेगा मिलन ये हमारा, हो ये हमारा, तुम्हारा रहेगा मिलन ये हमारा तुम्हारा. अगर तू है सागर तो मझदार मैं हूँ, मझदार मैं हूँ, तेरे दिल की कश्ती का पतवार मैं हूँ, पतवार मैं हूँ. चलेंगी अकेले ना तुमसे हो नैया, न तुमसे हो नैया. ഇപ്പോൾ പാടുന്ന പാട്ടുകളിൽ താങ്കളുടെ പാട്ടുകളിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന പാട്ട് ഏതാ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ പാടുന്നത്? ഈ പാട്ടല്ലാത്ത പകലൽ നിഷാനി, തരുണിമണി ബീവി ഖദീജ, ഇലാഹായ പുരാൻ, തകർത്താളിയിടണം എൻ പാപമല്ല, അതുപോലെ 70ഓളം പാട്ടും എന്റേത് ഇഷ്ടപ്പെടുന്നു. ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുള്ള പാട്ട്? ഇതെല്ലാം HMV റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ്. ടോട്ടൽ എത്ര പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് HMV എന്ന് പറഞ്ഞത്? 70 പാട്ട്. ഇപ്പൊ കൂടുതൽ മറ്റ് പുതിയ കാസറ്റുകൾ ഇറങ്ങുന്നതിൽ വല്ല റെക്കോർഡിംഗ് നിങ്ങളുടെ? ഒന്ന് തഖ്ദീർ എന്ന് പറഞ്ഞ ഒരു കാസറ്റ് ഇറക്കിയിട്ടുണ്ട്. പിന്നെ അതിൽ എൻ്റെ മകനും പാടിയിട്ടുണ്ട്. ഇപ്പൊ മകന് എത്ര വയസ്സായി? ഇപ്പൊ മകന് 22 വയസ്സായി. 22 വയസ്സ്. ഇപ്പോൾ ഈ കാലഘട്ടത്തിലെ അനുഭവം വെച്ചുകൊണ്ട് വളർന്നു വരുന്ന മാപ്പിള കലാസ്നേഹികളായ കലാകാരന്മാരോട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന പാട്ടുകാരോട്, മാപ്പിള പാട്ട് ഇഷ്ടപ്പെടുന്ന പാട്ടുകാരോട് എന്താ പറയാനുള്ളത് ഈ കാലഘട്ടത്തിലെ അനുഭവ വെളിച്ചത്തിൽ? അവര് ഈ പല രചനയും നല്ല രചന, നല്ല റാഹത്തുള്ള രചന ഉണ്ടാക്കി പാടണം എന്നാണ് എൻ്റെ. ഇന്നത്തെ ഈ പല, ഞാൻ പറഞ്ഞില്ലേ, ഈ നാത്തൂമാര് അമ്മായിക്ക് അപ്പം കൊടുക്കണ പാട്ട്, മറ്റേ ഇതൊന്നും ശരിയല്ല. അത് മാപ്പിള പാട്ട് എന്ന് പറയാൻ കഴിയില്ല. അതിന്റെ ലേബിളിൽ ഇറങ്ങുന്ന മറ്റ് കബളിപ്പിക്കലാണ്. അപ്പോൾ അർത്ഥം ശരിക്കും ഉൾക്കൊള്ളുന്ന, സംശുദ്ധമായ വരികൾ ഉൾക്കൊള്ളുന്ന പരിശുദ്ധ പിന്നെ രീതിയിൽ. പിന്നെ കൂടുതൽ മാപ്പിളപ്പാട്ടിന് ലളിതവാക്യത്തില് ഒരു നാടൻ ഭാഷ ആയിട്ട് ഉപയോഗിക്കലുണ്ട് മാപ്പിളപ്പാട്ടിന്റെ വരികൾ. ഇപ്പോൾ ഞാനൊരു പാട്ട് പാടിത്തരാം. അതില് തരുണിമണി ബീവി ഖദീജ, മാളിക മുകളിൽ നിന്ന് വൃത്തിയായിട്ട് പറയാൻ പാടില്ല, മുകളിൽ എന്നെ പറഞ്ഞു. തരുണിമണി ബീവി ഖദീജ, മാളിക മുകളിൽ കേറിയിരുന്ന് തിരുത്താഹ നബിയുടെ വരവിനെ കാണാൻ തുനിയുന്നു. ഇങ്ങനത്തെ നാടൻ ഭാഷ ഉപയോഗിക്കണം മാപ്പിളപ്പാട്ട്. പിന്നെ ഭക്തിഗാനത്തിന് കൂടുതലും ഞാൻ നല്ല അറബോട് ഉള്ളിലെ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്.
പിന്നെ ഇത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ, മാപ്പിളപ്പാട്ടിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ, പാട്ടുകാരല്ലാത്ത ആളുകൾ, അവരാണല്ലോ നിങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത്. ശരിയാണ്. അവരോട് എന്താണ് പറയാനുള്ളത്? ഈ ഇതിന്റെ ഗുണപരമായ മാറ്റത്തിന് വേണ്ടി എന്താണ് പറയാനുള്ളത്? അവരോട് ഈ പറഞ്ഞതുപോലെ തന്നെ എന്നും നിന്നു പോകാൻ ഈ വരികൾക്കാണ് അറിവോടുകൂടിയുള്ള വീഴ്ചപ്പോഴും വേണം. അതിനാണ് ഇന്ന് 16 വയസ്സ്. അവസാനമായിട്ട് താങ്കൾക്ക് എന്താ പറയാനുള്ളത് ഞങ്ങളുടെ ഈ അവസരത്തിൽ? നിങ്ങളെല്ലാം ഇത്ര നേരം എൻ്റെ വാക്കുകൾ കേട്ട് സഹരിച്ച് റെക്കോർഡ് ചെയ്തതിൽ ഇവിടുത്തെ മലയാളികളായ നിങ്ങൾക്കും ഇവിടെ ഈ അറബ് നാട്ടിൽ നിന്ന് പോരാൻ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ.